സർക്കാർ വിചാരിച്ചാൽ ഈ ലഹരിയൊക്കെ കുറെ നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നു. എക്സൈസിനെയും പോലീസിനെയും ഒക്കെ നോക്കൂത്തിയായിക്കൊണ്ട് ലഹരി മാഫിയെ കയറൂരി വിട്ടു. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് മദ്യത്തിന് ഇന്ന് കൊടുക്കുന്ന പ്രാധാന്യം. ഇപ്പം മദ്യത്തിന് ഇനി ഏപ്രിൽ 1-ാം തീയതി പോലും അവധിയില്ല. കുടിക്കേണ്ടവർക്ക് ഇഷ്ടം പോലെ കുടിക്കാമെന്നാണ് സർക്കാർ നയം. എന്നിട്ട് മദ്യം കുടിക്കില്ല എന്ന് മന്ത്രിമാർ പ്രതിജ്ഞ ചൊല്ലി കൊടുക്കുക, ആളുകളെ കൊണ്ട് കുടിപ്പിക്കുക. അതാണ് സർക്കാരിൻ്റെ നയം എന്ന് പറയുന്നത്. അതാണ് ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞത്. ഇന്ന് ലഹരി കേരളത്തിൽ ഏറ്റവും വ്യാപകമായതിൻ്റെ കാരണം സർക്കാരിൻ്റെ പിടിപ്പുകേട് തന്നെയാണ്. കഴിഞ്ഞ 9 വർഷക്കാലം ഇവരെ കയറൂരി വിട്ടതിൻ്റെ ദുരന്തമാണ്. ഇപ്പോൾ നിങ്ങൾ ചാനലുകാരൊക്കെ മയക്കുമരുന്നിനെതിരായിട്ട് യാത്രകളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഇത് സാധാരണക്കാരന് പോയിട്ട് കഞ്ചാവ് പിടിക്കാൻ പറ്റുമോ? ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിലെ ഹോസ്റ്റലിൽ ഒരാളുടെ മുറിയിൽ നിന്ന് മാത്രം 20 ഗ്രാം കഞ്ചാവ് പിടിച്ചു. ഉടനെ ഫോൺ വന്നു. 300 മുറികളിൽ 11 മുറികൾ പരിശോധിച്ചപ്പോൾ തന്നെ 20 ഗ്രാം കഞ്ചാവ് കിട്ടി. അപ്പോൾ കൂടുതൽ പരിശോധിച്ചെങ്കിലും അപ്പോഴേക്കും അവർ തിരിച്ചു വിളിച്ചു. ഇതൊക്കെ സർക്കാർ തന്നെയാണ് രണ്ട് ഭാഗത്തും നിൽക്കുന്നത്. പണ്ട് പറയുമല്ലോ, മുയലിനോടൊപ്പം ഓടുകയും വേട്ടപ്പട്ടിയോടൊപ്പം വേട്ടയാടുകയും ചെയ്യുക. മദ്യമാഫിയ തുറന്നു വിടുക, അതുപോലെ മയക്കുമരുന്ന് മാഫിയ തുറന്നു വിടുക, മറുഭാഗത്ത് പ്രതിജ്ഞ ഇല്ലുക. ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. മലപ്പുറത്തിനെതിരെ ഒരു പരാമർശം, ഈ വെള്ളാപ്പള്ളിയുടെ പരാമർശം, അത് വലിയ വിവാദത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പം BJP ഞാൻ പറയാം, അതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മലപ്പുറം ജില്ല എന്ന് മാത്രമല്ല, കേരളത്തിലെ എല്ലാ ജില്ലകളിലും എല്ലാവർക്കും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ അവകാശമുണ്ട്. ഇവിടെ ഉത്തരേന്ത്യയിലത്തെ പോലത്തെ ഒരു പ്രശ്നങ്ങൾ ഇതുവരെ കേരളത്തിൽ ഒരിടത്തും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയുടെ കാര്യം പറയുമ്പോൾ ഇപ്പം നിങ്ങൾക്കറിയാം, 1995 AK ആന്റണിയെ തിരൂരങ്ങാടിയിൽ 22,000 വോട്ടിന് വിജയിപ്പിച്ചാരാ? ലീഗല്ലേ. അന്ന് മുസ്ലിം ലീഗിന്റെ ശക്തമായിട്ടുള്ള പറയുമ്പോൾ അദ്ദേഹത്തിന്റെ എതിരാളികൾ മുഴുവൻ അന്ന് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരായിരുന്നു. പക്ഷേ ആന്റണി ജയിച്ച് 26,000 വോട്ടിന്. അതിൽ മുസ്ലിം ലീഗിന്റെ പങ്ക് ഒരു പ്രധാനമായിരുന്നു. മുസ്ലിം ലീഗിന്റെ MLA ആയിരുന്ന ബീരാൻ സാഹിബ് രാജിവെച്ചപ്പോഴാണ് ബൈ ഇലക്ഷൻ നടന്നത്. അതന്ന് മുസ്ലിം ലീഗ് നൽകിയത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന നിയമസഭയിൽ അംഗമല്ലാതിരുന്ന AK ആന്റണിക്കാണ്. അദ്ദേഹത്തിനെ വിജയിപ്പിച്ചു. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിം വോട്ടർമാരുടെ പൊന്നാനിയിൽ അവിടെ MP ഗംഗാരൻ TK MC ആയിട്ട് 2001 മത്സരിച്ചപ്പോൾ ജയിച്ച MP ഗംഗാരനാണ്. അപ്പൊ ഇത്രയും ഒരു വിശാല മനസ്സുള്ള ഒരു ജില്ലയെ ഈ രീതിയിൽ പറഞ്ഞത് വളരെ ദൗർഭാഗ്യകരമായി പോയി എന്ന് മാത്രമേ പറയുന്നു. അതുകൊണ്ട് അതിന്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ആര് ശ്രമിച്ചാലും അത് കേരളത്തിൽ നടക്കില്ല. നിലമ്പൂർ ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ ഉടൻ UDFന്റെ സ്ഥാനാർത്ഥി വരും. ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ ഉടൻ ഒരു തർക്കവും ഉണ്ടാവില്ല. ഒറ്റക്കെട്ടായിട്ട് പാർട്ടി തീരുമാനം എടുക്കും. ഒരുമിച്ച് തന്നെ പാർട്ടി രംഗത്തിറങ്ങും, UDF രംഗത്തിറങ്ങും. 20,000-ൽ കുറയാത്ത വോട്ടിന് നിലമ്പൂർ സീറ്റ് UDF LDFിൽ നിന്ന് തിരിച്ചു. കോൺഗ്രസ് ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും UDF ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും പിന്തുണയ്ക്കുന്നതാണ് അൻവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അൻവറിന്റെയും സഹകരണം ഇലക്ഷന് പൂർണ്ണമായിട്ട് UDFനോടൊപ്പം ഉണ്ടാവും. അതുകൊണ്ട് 101% നിലമ്പൂരിൽ UDFന്റെ വിജയം ഉറപ്പാണ്. പിന്നെ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഘട്ടം തൊട്ട് തന്നെ ഞാൻ ഫീൽഡിലുണ്ടാവും. നിങ്ങൾ പാലക്കാട് പറഞ്ഞാലേ മുരളീധരൻ വരുമോ ഇല്ലയെന്നല്ല. ഇനി അങ്ങനത്തെ ചർച്ചയുണ്ടാവില്ല. നിലമ്പൂർ ആദ്യം തന്നെ ഞാൻ